ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സിനിമാ രംഗം ഇങ്ങനെ കൊഴുത്തു വരികയാണ്. സിനിമ കാണുന്ന പ്രേക്ഷകർ ഒന്നിനൊന്നും മെച്ചപ്പെട്ടു വരുന്നു. അവരെ ഒന്നും പറഞ്ഞു പറ്റിക്കാൻ നമുക്കറിയില്ല. ഒരു സിനിമ ഇപ്പോൾ എല്ലാം ക്രൈം ത്രില്ലറാണല്ലോ എല്ലാവരും എടുക്കുന്നത്. കുടുംബ കഥകളിലൊന്നും ആരും പറയുന്നുമില്ല. ഇപ്പോൾ ഏത് സിനിമ എടുത്താലും ക്രൈം ത്രില്ലറാണല്ലോ, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ മമ്മൂട്ടിയുടെയും കുറേ ക്രൈം ത്രില്ലർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്നതോ പുതിയത് ഗെയിം ത്രില്ലർ, ബിഗ് ബഡ്ജറ്റിലൊരു ഗെയിം ത്രില്ലർ സിനിമയാണ് മമ്മൂട്ടിയുടെ ബസൂക്ക. ഇത് കുറേ കാലമായി നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്. ഇത് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ബസൂക്ക എന്ത് പലഹാരമുണ്ടോ, എന്ത് ബിരിയാണിയോടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു, അതൊരു ഒന്നൊന്നര സാധനമാണ് മക്കളെ, സുഹൃത്തുക്കളെ എന്നൊക്കെ പറയാറാണ് പതിവ്. അല്ലെങ്കിലും നിങ്ങൾ കുറേ മസാല കൂടുതൽ ഇട്ട് മമ്മൂട്ടിയുടെ സിനിമകളെ പരിപോഷിപ്പിക്കാറാണല്ലോ പതിവ്. ഞാൻ അതൊക്കെ വിട്. ഞാൻ എന്ത് പറഞ്ഞാലും നല്ല സിനിമയാണെങ്കിൽ ഓടും, നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾ കാണും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ തെറ്റിയിട്ടില്ല. ബസൂക്കയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അമിതമായ പ്രതീക്ഷയുണ്ട്. മിതമായ പ്രതീക്ഷയല്ല, അമിതമായ പ്രതീക്ഷയുണ്ടെന്ന് പറയാൻ കാരണം അതങ്ങനെയാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് ആലോചിക്കണം. ഇതൊരു മലയാളത്തിൽ ഒരാദ്യമാണ് ഈ ഗെയിം ത്രില്ലർ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താണ് ഗെയിം ത്രില്ലർ? അതൊക്കെ ഞങ്ങൾ പറയില്ല. അതൊക്കെ നിങ്ങൾ സസ്പെൻസ് ഒന്നും ഞങ്ങൾ പറയില്ല. കാരണം അത് നിങ്ങൾ തിയേറ്ററിലേക്ക് പോയി കാണണം. തിയേറ്ററിലേക്ക് നിങ്ങളെയും ഞങ്ങളെയും ആകർഷിക്കുന്ന ഘടകങ്ങൾ ഇത്തരം സസ്പെൻസുകളാണെന്ന് ഇപ്പോഴുള്ള സിനിമാക്കാർ വിചാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടേക്കൊന്നും പോകണ്ട. അപ്പോൾ ബസൂക്ക എന്ന് റിലീസ് ചെയ്യുന്ന ആൾക്കാർ ചോദിച്ചു തുടങ്ങിയത്. ബസൂക്ക റിലീസ് ചെയ്യാൻ പതിവ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അവർ ആദ്യം ഓണത്തിനാണെന്ന് പറഞ്ഞ് കേട്ടിരുന്നു. പക്ഷേ ഓണത്തിന് വരാൻ സാധ്യത കുറവാണെന്നാണ് ഞങ്ങൾ കണക്കൂട്ടിയൊക്കെ മനസ്സിലായത്. മിക്കതും ഓണം കഴിഞ്ഞ് വരുന്ന വിശേഷം നോക്കിയപ്പോൾ നമ്മൾ വേണമെങ്കിൽ പറയാം, നമുക്ക് ക്രിസ്മസാണ്. ക്രിസ്മസിന് മുമ്പ് വരും. ക്രിസ്മസിന് മുമ്പ് വരുമ്പോൾ വേറെ ആണ് ഒരു വിശേഷ ദിവസം എന്ന് വെച്ചാൽ നമ്മളൊക്കെ എഴുത്തിനൊക്കെ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നവരാത്രി എന്നൊക്കെ പറയില്ലേ, ആ സംഭവം ഒക്ടോബർ മാസത്തിൽ ഈ ബസൂക്ക തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആ ഡേറ്റ് കൃത്യമായിട്ട് ഞങ്ങൾ കാരണം സിനിമയിൽ ഡേറ്റ് കൃത്യമായിട്ട് പറയുമ്പോൾ തന്നെ ചില മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഡേറ്റുകളൊന്നും ഞങ്ങൾ പറയുന്നില്ല. പിന്നെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിരിക്കുന്നത് എന്നോട്, നിങ്ങൾക്ക് ഈ സിനിമയുടെ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന ആളല്ലേ, അതൊരു കാര്യം ചോദിക്കുകയാണ്. ഇതിൽ ഗൗതം മേനോൻ, ബാബു ആൻ്റണി, ഈ രണ്ട് പേരുണ്ട്. അപ്പോൾ മമ്മൂട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് പേരിൽ ഇവരുടെ റോളായാലും അത് ഗെയിം ത്രില്ലർ കൂടിയാകുമ്പോൾ ഒരു നല്ല വില്ലൻ എന്തായാലും വേണ്ടി വരും. വില്ലനുണ്ടാവും, പിന്നെ പോലീസുകാർ വേണ്ടി വരും, ഇതെല്ലാം ഉണ്ടാവില്ല. ഇതിലാരാണ് ശരിക്കും വില്ലൻ? ഞാൻ പറഞ്ഞാൽ ഗൗതം മേനോൻ എന്തായാലും വില്ലനല്ല. അയാൾ മമ്മൂട്ടി നായകനാകുമ്പോൾ നായക പ്രാധാന്യമായ റോളിൽ തന്നെയാണ് ഗൗതം മേനോൻ അഭിനയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ബാബു ആൻ്റണി അല്ലേ? ബാബു ആൻ്റണിയാണ് എന്ന് ഞാൻ പറയില്ല. ബാബു ആൻ്റണി വില്ലല്ല, പിന്നെ ബാബുവിന് എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിച്ചാലെങ്ങനെയിരിക്കും? അപ്പം പിന്നെ ആൾക്കാർ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് വിളിക്കുക, നായകനായ മമ്മൂട്ടിയാണോ? ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് പറയാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഷോലെ സിനിമ കണ്ടിട്ടുണ്ടോ? ഷോലെ സിനിമ കണ്ടപ്പോൾ അതിൽ ഒരു പുതിയ നടൻ വില്ലനായിട്ട് വന്നു, അംജിദ് ഖാൻ വന്നു. ബാക്കി എല്ലാവരെയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇപ്പോഴും അംജിദ് ഖാൻ മരിച്ചു പോയെങ്കിലും ഇപ്പോഴും ആ വേഷം എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുകയാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഒന്നൊന്നര വില്ലൻ വേഷം ചെയ്യുന്ന ഒരു നടൻ ഈ സിനിമയിലുണ്ടെന്ന് ആലോചിക്കണം. അത് ഗൗതം മേനോനല്ല, ബാബു ആൻ്റണി അല്ല. ഈ രണ്ട് പേര് അല്ല എന്ന് ഉറപ്പ് ഞാൻ തരും. കാരണം ഈ വില്ലൻ്റെ പല സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അയാളുടെ പേര് ഞങ്ങൾ പറയില്ല, രൂപം പറയില്ല, അഭിനയിച്ച സിനിമകൾ പറയില്ല. കാരണം അവരെയൊക്കെ മമ്മൂട്ടിയുടെ സ്പെഷ്യൽ സംഭാവനകൾ എന്ന് ആലോചിക്കണം. മമ്മൂട്ടി ഇപ്പോൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും അതിൽ സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകിൽ കഥ, അല്ലെങ്കിൽ നടന്മാർ, അല്ലെങ്കിൽ മറ്റു ഇതൊക്കെ ആക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഡിനോ ഡെന്നിസ്, കരു ഡെന്നിസിൻ്റെ മകനാണ് ഇതിൻ്റെ രചനയും സംവിധാനവും. അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരൻ മലയാള സിനിമയുടെ ഒരു ഭാഗമായി തീരും. ആരും കസേര ഇട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. മറ്റൊന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ കഥാപാത്രങ്ങൾ. പിന്നെ വേറൊരു രസം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ വേറൊരു നടനും കൂടി പോലീസ് ഓഫീസറായിട്ടൊരു നടനിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഡീൻ ഡെന്നിസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരത്തിൽ ഇപ്പോൾ കുറച്ച് വർഷമായിട്ടുണ്ടാവും. അത് നമ്മുടെ സംവിധായകൻ്റെ ചേട്ടനാണെന്നുള്ള രസകരം. ആദ്യമായിട്ട് അഭിനയിക്കുന്നതല്ല,
പക്ഷേ അദ്ദേഹം അഭിനയിച്ച 2 സിനിമയിൽ നായകനായിരുന്നു. ആ 2 സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നായികയായ ആ 2 നായികമാരും ഇപ്പോൾ മലയാള സിനിമയിലെ ബഹുഭാഷാ സിനിമയിലെ സൂപ്പർ നായികമാരാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഞങ്ങൾ ഈ 2 സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുള്ളതാണ്. പോകാൻ കാരണം 2 രീതിയിൽ. ഒന്ന് മാധ്യമ പ്രവർത്തന രീതിയിൽ, രണ്ടാമത് ഡെന്നിസ്. കല്ലൂർ ഡെന്നിസിൻ്റെ മക്കൾ കൂടിയാണെന്ന് ആലോചിക്കണത്. അപ്പോൾ ഞങ്ങൾ ഡെന്നിസ് പോകാം, നമുക്ക് ഞാനില്ലടേ എൻ്റെ മക്കളോട് പറഞ്ഞു. അങ്ങനെ ഡെന്നിസിന് നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു നാണയം എന്നുള്ള സിനിമ, ഒറ്റ നാണയം എന്നുള്ള സിനിമയുണ്ട് ശരിക്കും. ആ ഒറ്റ നാണയം സിനിമയിൽ ഒരു നായിക ഉണ്ടായിരുന്നു ശരിക്കും. ആ ഒറ്റ നാണയം സിനിമയിൽ അതിൽ നമ്മുടെ പ്രിയാമണിയായിരുന്നു നായിക. പ്രിയാമണി എവിടെ നിൽക്കുന്നു, എന്തെല്ലാം ആരെ കൂടെ അഭിനയിച്ചു, പ്രശസ്തമായാലോ. ആ പ്രിയാമണി രക്ഷപ്പെട്ടു പോയി. ഈ മറ്റൊന്ന് വെച്ചാൽ നമ്മൾ എന്നിട്ടും ഒന്നൊരു സിനിമ ചെയ്തു. സിനിമ നല്ല സിനിമയായിരുന്നു ശരിക്കും. ആ സിനിമയിൽ നായിക കനികയായിരുന്നു. കനിക എവിടെ നിൽക്കുന്നു, എല്ലാവരുടെയും നായികയില്ലേ, സൂപ്പർ നായികയില്ലേ. അപ്പോൾ ഈ 2 അന്ന് ഈ ഡീൻ ഡെന്നിസ് രക്ഷപ്പെട്ടില്ലെങ്കിലും ഈ 2 നായികമാർ രക്ഷപ്പെട്ടു. പിന്നെ സിനിമ തൽക്കാലം മാറ്റിവെച്ച് ജോലിയായി ഈ ചെറുപ്പക്കാരൻ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത് ഇറങ്ങിയത്. പക്ഷേ തമാശയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാലും എനിക്ക് തോന്നുന്നത് ഈ സിനിമയോടെ ആ ചെറുപ്പക്കാരനും സിനിമയുടെ മുഴുവൻ ഭാഗമാകാനാണ് സാധ്യത. അപ്പോൾ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളെ, കുറേ വലുതും ചെറുതുമായ നടീമാന്മാരെ സാങ്കേതികവിദ്യയിലൊക്കെ മമ്മൂട്ടി ഇതിൽ പരീക്ഷിച്ചിട്ട് നിലയ്ക്കണം. അങ്ങനെ ഇറങ്ങുന്ന എല്ലാ രീതിയിലും ഒരു കാശ് വാരുമോ എന്ന് ചോദിച്ചാൽ പിന്നെ കാശ് വരാണ്ടിരിക്കുമോ? കാരണം ഗൗതം മേനൻ കൂടി മലയാളത്തിൽ ഇപ്പോൾ ഇത്രയും സൂപ്പർ വേഷത്തിൽ അവർ ആദ്യമായിട്ടാണത്. ഗൗതമൻ തമിഴ് മലയാളിയാണെങ്കിലും തമിഴിലത്തെ നിർമ്മാതാവാണ്, സംവിധായകനാണ്, നടനാണെന്ന് ആലോചിക്കണം. അപ്പോൾ മാത്രമല്ല ഇപ്പം മമ്മൂട്ടി ചെയ്യുന്ന ഒരു പടത്തിൽ ഗൗതം മേനനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് മമ്മൂട്ടി എന്നാലോചിക്കണം. അപ്പം അങ്ങനെ പല രീതിയിലും ഈ പ്ലസ് പോയിൻ്റുകളുള്ളൊരു സിനിമയായിട്ടാണ് ഈ ബസൂക്ക മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ബസൂക്ക കാണാൻ ഇപ്പോഴേ തന്നെ എല്ലാവരും തയ്യാറപ്പെടും. എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ ഇടക്കാലത്തിന് ശേഷം വരുന്നൊരു സിനിമയാണെന്നായിരിക്കണം. മമ്മൂട്ടി ഇങ്ങനെ സിനിമകൾ എപ്പോൾ ഇറങ്ങണം ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. കാരണം എൻ്റെ സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ വെയിറ്റ് ചെയ്യണം. നമ്മളൊക്കെ ആദ്യം വായിക്കാറില്ലേ, നമ്മൾ ഇപ്പോൾ മലയാള മനോരമ, മംഗളം അടക്കമുള്ള വാരികളിൽ ഈ തുടർക്കഥകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സ്ത്രീകളാണ് എന്ന് മറ്റുള്ളവർ വായിക്കാനില്ല. അവർ അടുത്ത ലക്കം ആ തുടർക്കഥയുടെ അടുത്ത ലക്കത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്ന് കണ്ടില്ലേ. എന്ന പോലൊരു കാത്തിരിപ്പ് എൻ്റെ സിനിമയ്ക്ക് വേണമെന്ന് മമ്മൂട്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹപ്രകാരമാണ് ഓരോ സിനിമയും കണക്ക് കൂട്ടി എപ്പോൾ റിലീസ് ചെയ്യണം എന്ന് വിചാരിച്ച് മമ്മൂട്ടി ഇപ്പോൾ, മുമ്പൊക്കെ ആണെങ്കിൽ മമ്മൂട്ടി മണ്ടത്തരം കാണിക്കും, ഇപ്പോൾ മമ്മൂട്ടി ഒരു മണ്ടത്തരവും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുറേ കാലമായി മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സക്സസ് ആയി കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ചോദിക്കും, പറയൂന്നേ ആരാണ് അതിലത്തെ വില്ലൻ, പേര് പറയൂന്നേക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്ലൂ മാത്രമേ എനിക്ക് തരാനുള്ളൂ. ഗൗതം മേനോനോ ബാബു ആന്റണിയോ അല്ല. ബാക്കി നിങ്ങൾ ഗസ് ചെയ്തെടുക്കുക. അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സിനിമയിലെ എല്ലാ സസ്പെൻസും പൊളിച്ചാൽ പിന്നെ അത് ശരിയല്ലല്ലോ, നമ്മൾ ദ്രോഹികളാവാൻ പാടില്ല. നിങ്ങളതുകൊണ്ട് ബസൂക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, ആ സിനിമ കാണുക, ആ സിനിമയിലെ വില്ലൻ ആരാണെന്ന് പ്രത്യേകം കണ്ടെത്തുക.